നമുക്കിപ്പോൾ പ്രജീഷ് എന്ന ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രജീഷ്, താങ്കൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? സാറേ, ഞങ്ങൾ ഉരുൾപൊട്ടിയതിന്റെ ഏകദേശം ഒരു 500 മീറ്റർ ഇപ്പുറത്ത് മാറിയിട്ട് ഞങ്ങളൊരു 12 പേരുണ്ട്. 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഏല എന്ന് പറയുന്ന ഒരു റിസോർട്ടിനകത്താണ് ഞങ്ങളുള്ളത്. ഇപ്പൊ തൽക്കാലം ഞങ്ങളോട് സേഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിച്ചപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് വരാനാകാത്ത ഒരു സാഹചര്യമാണോ? നിങ്ങൾക്ക് എല്ലാ തരത്തിലും സുരക്ഷയോടെയാണോ ഉള്ളത്? രക്ഷാപ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഇവിടെ എത്താൻ കഴിയില്ല. എയർലിഫ്റ്റ് അല്ലാതെ വേറെ മാർഗവുമില്ല ഇവിടുന്ന്. അപ്പം നിലവിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് സേഫായിട്ടുള്ള സ്ഥലമാണ്. നിരന്ന സ്ഥലമാണ്. ഒരു പുതിയ റിസോർട്ട് പണിയുന്ന ഒരു ഇതാണ്. അതിനകത്താണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കിടക്കുന്നത്. ഒപ്പമുള്ള ആളുകളൊക്കെ ബന്ധുക്കളാണോ? മറ്റ് ഭക്ഷണ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടോ? എന്താണ് അവിടെയുള്ള സാഹചര്യം? ബന്ധുക്കൾ, അമ്മ, വൈഫ്, 2 കുഞ്ഞുങ്ങൾ, 8 വയസ്സും 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, പിന്നെ വേറെ നമ്മുടെ അയൽവാസികളായിട്ടുള്ള 4 പേര്, പിന്നെ ഇതിന്റെ അപ്പുറത്ത് തൊട്ടടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടുത്തെ 3 പേര്. അങ്ങനെ മൊത്തം 12 പേരാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നിലവിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടോ? അത്തരത്തിലുള്ള തൽക്കാലം ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനുള്ളത് ഞങ്ങൾ കണ്ടെത്തി. ഇനി നാളത്തേക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല. നാളെ തന്നെ എയർലിഫ്റ്റ് ചെയ്യാനാകുമെന്നാണോ അധികാരികൾ അറിയിച്ചത്? രാവിലെ തന്നെ ചെയ്യാമോ? ഇന്ന് പുലർച്ചെ മുതൽ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ അടുത്താണ്, ഏകദേശം 500 മീറ്റർ അകലെയാണ് നിങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു. ചുറ്റിലും കാണുന്ന ഒരു കാഴ്ചയുണ്ടാകുമല്ലേ? എന്താണ് അവിടെ കണ്ട കാഴ്ചകൾ? എന്താണ് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് പുലർച്ചെ 1 മണി 1:40 ഇത് നടക്കുന്നത്. നമുക്ക് കാണാനേ കഴിയുന്നില്ല. വലിയ എന്താ പറയാ, അത് പറയാൻ കഴിയില്ല. അത്രയ്ക്കും ഭയാനകമായ സംഭവമാണ്. വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വരുന്ന ഒരു പ്രതീതിയായിരുന്നു. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. വേറെ ഞങ്ങൾ തൊട്ട് താഴത്തെ 2 വീടുകൾ പൂർണ്ണമായിട്ട് പോയി. അതിലൊരു വീട്ടിൽ 3 പേരുണ്ടായിരുന്നു. അത് പോയി, അവരും പോയി. അവരെ കണ്ടെത്താൻ കൂടി ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓടി ഈ ഏല എന്ന് പറഞ്ഞ ഈ റിസോർട്ടിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. അവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ 600 മീറ്റർ മാറിയാണ് ഈ റിസോർട്ടും ഉള്ളത്. അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. നിലവിലവിടെ വൈദ്യുതി ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണോ? ഒന്നുമില്ല. ഇപ്പൊ ഫോണിനകത്തും ചാർജ് കുറവാണ്. അപ്പൊ തൽക്കാലം ഞങ്ങൾ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ചെറിയ കാറ്. അത് സ്റ്റാർട്ട് ചെയ്ത് തൽക്കാലം ഫോൺ ചാർജ് ചെയ്യുന്ന സംവിധാനമാണ് ഉള്ളത്. വേറെ വൈദ്യുതി ഒന്നുമില്ല. വൈദ്യുതി മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും രക്ഷാപ്രവർത്തകരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പല ആളുകളും വേദനയോടെ ആശങ്കയോടെ നിൽക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ്. നിങ്ങൾക്കും അതേ അവസ്ഥയിലൂടെ കടന്നുപോയാണ് ഈ മണിക്കൂറുകളിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു അനുഭവം? പല ആളുകളും നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തൊട്ടു മുന്നിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. എങ്ങനെയാണ് ഇവിടെ തന്നെ ആണോ നിങ്ങൾ നിരന്തരം താമസിക്കുന്ന സ്ഥലമാണോ? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് ഞങ്ങൾ നിരന്തരം പിന്നെ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. മുണ്ടക്കായ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ചുള്ളത് മണ്ണാണ്. നമ്മളെ കൊടുപ്പുറപ്പിലാണ് പോയിട്ടുള്ളത്. അപ്പൊ കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഇപ്പൊ നമ്മളോടൊന്ന് പുറത്തെത്തിയാൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി എത്രയാണെന്നും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിലവിൽ താമസിക്കുന്നതിന് ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് ബന്ധപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? നിലവില് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് 12 പേരാണ്. ഞങ്ങളെ വീടിനോട് ചേർന്നിട്ടുള്ള 2-3 വീട്ടിലെ ആൾക്കാരാണെങ്കിൽ 12 പേര്. ബാക്കിയുള്ള വീട് 2 വീട് പൂർണ്ണമായിട്ട് പോയി. ഒരു വീടിനകത്ത് 3 പേരുണ്ടായിരുന്നു. അവരുൾപ്പെടെയാണ് പോയത്. ബാക്കിയുള്ള പുറം ആളുകളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുന്നതൊന്നും നമുക്ക് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത്.
വ്യക്തമായ വിവരവും അവർക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയൊക്കെയാ, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്. തീർച്ചയായും പ്രധാനപ്പെട്ട അധികാരികളെ തന്നെ ഈ വിഷയം കൃത്യമായി ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നാളെ രാവിലെ തന്നെ എയർലിഫ്റ്റിംഗ് ഉണ്ടാകും എന്ന് അവർ അറിയിച്ചത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാ തരത്തിലും സുരക്ഷയോടെ തന്നെ ഇന്ന് കഴിച്ചുകൂട്ടുക, മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജ് ഉൾപ്പെടെ മറ്റാളുകളെ ബന്ധപ്പെടാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ആവശ്യമുള്ളതുമാണ്. തീർച്ചയായും സുരക്ഷയോടെ കഴിച്ചുകൂട്ടുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും വലിയൊരു ദുരന്തമുഖത്താണ് ഇപ്പോൾ ആ കുടുംബം ആകെ ഉള്ളത് എന്നാണ് പ്രജീഷ് ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയ്ക്ക് സമീപം 500 മീറ്റർ അകലെയുള്ള ഒരു റിസോർട്ടിൽ നിന്ന് പങ്കുവച്ചത്. കുടുംബവും സമീപത്തുള്ള ആളുകളുമടക്കം 12 പേർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന